മലയാളം വാനോളം ലാൽ സലാം ലാൽ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടി നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തി മോഹൻലാലെ ആദരിച്ചു. നല്ലത് തന്നെയാണ്. കാരണം സിനിമയിലെ പരമോന്നത ബഹുമതി നേടി. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനം ആദരവ് നൽകണം. പക്ഷെ ആ ആദരവിന് ശേഷം പിന്നീട് മലയാള സിനിമയെ ലോക ഭൂപടത്തിലെത്തിച്ച പ്രതിഭാശാലിയായിട്ടുള്ള വ്യക്തിയെ അവഹേളിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മോഹൻലാലിൻ്റെ ആദരവ് കഴിഞ്ഞു, അതൊരു വഴിയിൽ പോയി കഴിഞ്ഞു. അതിന് പിന്നാലെ മലയാളത്തിൽ ആദ്യമായിട്ട് ഫാൽക്കെ അവാർഡ് നേടിയ അടൂർ ഗോപാലകൃഷ്ണനെ അവഹേളിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതോ ഒരു നടൻ ബൈജു. എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. പടം കാണിച്ചാൽ അറിയാം. നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞ പോലെ പടം കാണിച്ചാലും അറിയുന്ന ആളാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതോ സിനിമകളിലൊക്കെ ഈ വില്ലൻ റോളിലും തനി റൗഡിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതെന്തേലും ആകട്ടെ, വില്ലനായാലും റൗഡി ആയാലും നടിക്കുന്നവനാണ് നടൻ. ഇത് നടിച്ചതൊന്നുമല്ല. ഇതാരുടെയൊക്കെയോ കാല് പിടിച്ചും സേവ പിടിച്ചും സിനിമയിൽ കയറിയ കുറെ എണ്ണങ്ങളുണ്ട്. അവർ ഈ മോഹൻലാലിനെ മാത്രം വാഴ്ത്തിക്കൊണ്ട് നടക്കും. അടൂർ ഗോപാലകൃഷ്ണനെ ഇകഴ്ത്തി പറയാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അടൂർ ഗോപാലകൃഷ്ണന്റെ ദേഹത്തിലെ രോമത്തിൽ തൊടാനുള്ള യോഗ്യതയുണ്ടോ? അടൂർ ഗോപാലകൃഷ്ണൻ എവിടെ നിൽക്കുന്നു? ആദ്യം പോയി അടൂർ ഗോപാലകൃഷ്ണൻ എടുത്ത സിനിമകളെല്ലാം കാണുക. അദ്ദേഹം ഏറ്റവും അവസാനം എടുത്ത സിനിമയിലെ മാത്രമേ നല്ല സിനിമയെ നെഞ്ചേറ്റിൽ ആളിക്കുന്നവർ എതിർത്തിട്ടുള്ളൂ. ബാക്കി സിനിമകളൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു വലിയ മേൽവിലാസം ലോകതലത്തിൽ എത്തിച്ച ആളാണ് അടൂർ. ആ അടൂർ ഗോപാലകൃഷ്ണനെയാണ് ബൈജു സന്തോഷ് എന്ന് പറയുന്ന ആ പുങ്കവൻ അവഹേളിക്കുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാർ തന്നെ ഇങ്ങനെയുള്ളവരെ പിടിച്ചു കെട്ടുകയാണ് വേണ്ടത്. മോഹൻലാലിനെ ആദരിച്ചു. ആ വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയല്ലേ? 2 ദശകത്തിന് മുമ്പ് ഞാൻ ഈ ഫാൽക്കെ അവാർഡ് കേരളത്തിൽ എത്തിച്ചു. അന്ന് എനിക്ക് ആദരവൊന്നും തന്നില്ലല്ലോ. അന്നും ചെയ്യേണ്ടത് ആരാണ്? അന്നും ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടല്ലോ. അത് കോൺഗ്രസോ CPM-ഓ എന്നുള്ളതല്ല, ആരായാലും. പക്ഷെ ശരി, സമൂഹ മാധ്യമങ്ങൾ ഇന്നത്തെ പോലെ അന്നില്ല. മൊബൈലിന്റെ ഒരു കാലത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളൊന്നും തന്നെ ഇല്ല. പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ട്. പത്രമാധ്യമങ്ങളും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ അടൂർ ഗോപാലകൃഷ്ണന് വേണ്ട തരത്തിലുള്ള അംഗീകാരം തന്നെ കൊടുത്തു. അത് അടൂരിന് അറിയാം. പക്ഷെ സംസ്ഥാന സർക്കാർ കൊടുത്തില്ല. അത് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞതിന് എന്താണ് തെറ്റ്? പിന്നെ ഏത് വേദിയിലാണ് പറയേണ്ടത്? പള്ളിയിൽ പോയി പറയണോ? അതോ ബൈജു സന്തോഷ് എന്ന് പറയുന്ന ആളിന്റെ വീടിന്റെ പടിക്കൽ നിന്ന് പറയണോ? ആരാ ഈ ബൈജു? മോഹൻലാലിന്റെ കാല് പിടിച്ച് നടക്കുന്ന കുറെ പേരുണ്ട് ഈ സിനിമയില്. കാരണം ഈ സിനിമ എന്ന് പറയുന്ന മേഖല ഭരിക്കുന്നത് കുറെ ഈ നടന്മാരാണ്. ഇടയ്ക്ക് ദിലീപ് ആയിരുന്നു കൊടികുത്തി വാണോണ്ടിരുന്നത്. മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമ അഭിനയം മാത്രമല്ല, സിനിമാ മേഖല മുഴുവൻ ഭരിക്കുക എന്ന് പറയുന്ന ഒന്നുകൂടെ ഉണ്ട്. തിലകൻ അതല്ല. തിലകൻ അഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് തിലകനെ പോലും ഈ താരപുങ്കവന്മാര് ചവിട്ടി പുറത്താക്കി. അറിയാമോ എന്ത് കോലാഹലം നടന്നിട്ടുണ്ട്? തിലകനെ ഏതെല്ലാം വഴികളിലൂടെ ഒതുക്കി തീർത്തിട്ടുണ്ട്. കാരണം ഈ പറയുന്ന താരരാജാക്കന്മാരും തിലകനും കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തിലകൻ വളരെ ഉയരത്തിൽ കയറിപ്പോകും. മറ്റീ താരരാജാക്കന്മാരൊക്കെ താഴെ വരികയുള്ളൂ. അതുകൊണ്ട് തിലകനെ ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്തത്. തിലകൻ ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവരുടെ സംഘടനയുണ്ടല്ലോ, എന്താ AMMA, അമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അമ്മ എന്ന് വിളിക്കാൻ പാടില്ല. മലയാള സിനിമയ്ക്ക് അമ്മ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആ മലയാള സിനിമയ്ക്ക് അച്ഛനില്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ തന്തയില്ലാത്തതിന്റെ ഒരു കുറവാണ് അവിടെ ആ സിനിമാ മേഖലയിൽ കാണിക്കുന്നത്. ഓരോ താരരാജാക്കന്മാർ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഇവർക്ക് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ തിലകൻ പല കാര്യങ്ങളിലും വെല്ലുവിളി നടത്തിയിട്ടുണ്ട്.
തിലകൻ അത്രയും വലിയൊരു കാലിബറുള്ള ആളാണെന്ന്. തിലകന്റെ അഭിനയം ആദ്യം കണ്ടുപിടിക്കട്ടെ ഇവരൊക്കെ. പെരുന്തച്ചൻ സിനിമ മാത്രം മതി. അപ്പോൾ ഈ മോഹൻലാലിന്റെ കാല് പിടിച്ച് നടക്കുന്ന കുറേ പേരുണ്ട് ഇങ്ങനെ ഈ ചെറിയ ചെറു വേഷങ്ങൾ ചെയ്ത് നടക്കുന്നവർ. കാരണം ഈ സിനിമാ മേഖല ഭരിക്കുന്നവർക്ക് അവർ പറയും, എന്റെ സിനിമയില് ഇപ്പൊ ഈ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വന്നിരിക്കുന്ന ഈ അല്പപ്രാണി ഉണ്ടല്ലോ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ മോഹൻലാലിന്റെ പിന്നാലെ കൂടും. അപ്പോൾ മോഹൻലാൽ പറയും, എന്റെ പടത്തിൽ ഇവർക്കെല്ലാം ഒരു ചാൻസ് കൊടുത്തേരെന്ന് പറയും. അങ്ങനെ കുറച്ചു പേരുണ്ട് കേട്ടോ ഈ സിനിമയില്. ഈ താരപുങ്കവന്മാരുടെ വാക്കിനനുസരിച്ചായിരിക്കും പ്രൊഡ്യൂസറെ ഇന്നാരെ അല്ലെങ്കിൽ സംവിധായകൻ ഇന്നാർക്ക് ചെറിയ ചെറിയ റോൾ കൊടുക്കും. അപ്പൊ ആ കാരുണ്യത്തിൽ ചില റോളുകൾ വാങ്ങിച്ച് ജീവിച്ചു പോകുന്നവരാണ് ഈ പറഞ്ഞ ബൈജു സന്തോഷം. ആ ബൈജു സന്തോഷാണ് അടൂർ ഗോപാലകൃഷ്ണൻ നേരെ നിന്ന് കുരയ്ക്കുന്നത്. ആദ്യം പോയി അടൂർ ഗോപാലകൃഷ്ണന്റെ മുഴുവൻ സിനിമയും കാണുക. സ്വയംവരവും എലിപ്പത്തായവും അനന്തരവും ഒക്കെ മതിലുകളും എല്ലാം കാണാൻ പഠിക്കുക. മമ്മൂട്ടി എന്ന താരരാജാവ് ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടി ചോദിച്ചു നടന്നതാണ്, അറിയാമോ? അതിന്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റു പല ഡേറ്റും മാറ്റിവെച്ച് ഫ്രീ ആയിട്ടാണ് അഭിനയിച്ചു കൊടുത്തത്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു പ്രത്യേക ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഈ സിനിമാക്കാരുടെ മുഴുവൻ കൊഴുപ്പ് കാണിക്കുന്നതല്ല, തിന്ന് കുടിച്ച് അർമാദിക്കുന്ന ലൊക്കേഷൻ അല്ല അടൂർ ഗോപാലകൃഷ്ണൻ്റെത്. അവിടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നിടമാണ്. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ആളായിരുന്നു മമ്മൂട്ടി. അങ്ങനെയാണ് മതിലുകളിലൊക്കെ വന്നിട്ടുള്ളത്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ഒരു അഭിനയത്തിന് കിട്ടിയതിൽ തന്നെ വലിയ സന്തോഷമാണ്. ഈ ബൈജു സന്തോഷം എന്ന് പറയുന്ന മലയാളത്തിലെ പ്രഗത്ഭര സംവിധായകരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദനൊക്കെ ലോക സിനിമയില് മലയാള സിനിമയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചതാ. ഇനി മറ്റ് സംവിധായകരെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇയാളിനെയും പതേർ പാഞ്ചാലി സംവിധാനം ചെയ്ത സത്യജിത്രയും വേണമെങ്കിൽ ചോദ്യം ചെയ്യുമല്ലോ. സത്യജിത്ര ആരാന്ന് അറിയാമോ ഇവർക്കൊക്കെ? ഇന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായി ലോകത്ത് അംഗീകാരം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് സത്യജിത് റേ, ബംഗാളി സംവിധായകൻ. അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ പതേർ പാഞ്ചാലി മാത്രം കണ്ടാൽ മതിയല്ലോ. വേൾഡ് ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് പതേർ പാഞ്ചാലി. അപ്പോൾ ആരും തരവും നോക്കി മനസ്സിലാക്കിയിട്ട് ഒരാളുടെ ചിത്രം അടൂർ ഗോപാലകൃഷ്ണന് ഈ ഇത്തരത്തിലുള്ള നടന്മാരുടെ അല്പപ്രാണികൾ അവഹേളിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളൊന്നും ആരും മറക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇതെടുത്തിട്ട് അലക്കാൻ വേണ്ടി കുറെ പേര് നടക്കുന്നുണ്ട്. ബൈജു സന്തോഷിനെ കൂട്ടുപിടിച്ചും ഒക്കെ. ഇദ്ദേഹത്തിന് സിനിമയില്ലായിരിക്കും ഇപ്പോൾ. അതെങ്ങനെ ഇത്തരത്തിലുള്ള ഈ താരപുങ്കവന്മാരുടെ പാദസേവ ചെയ്തിട്ടാണ് സിനിമയിൽ ഓരോ റോള് കിട്ടുന്നത്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവരോട് നന്ദി കാണിക്കണ്ടേ? അതിനുവേണ്ടിയല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അദ്ദേഹം ഒരു റൗഡിയാണ്, നല്ല റൗഡിയാണ്. എന്റെ സിനിമയിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിൻ്റെതായിട്ടുള്ള അവസരം വന്നിട്ടില്ല. അവസരം വന്നിരുന്നുവെങ്കിൽ കൊടുക്കുമായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിൽ ദിലീപ് അഭിനയിച്ചിട്ടില്ലേ? കാവ്യ മാധവന് അഭിനയിച്ചിട്ടില്ലേ? അവസാനം എടുത്ത സിനിമ പിന്നെയും. അതെന്താ ഈ പറഞ്ഞ ഈ താരപുങ്കവനല്ലല്ലോ ഈ സിനിമയിലെ മറ്റീ പുങ്കവൻ എന്താ മനസ്സിലാക്കാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ കാണുക, അത് കണ്ടതിന് ശേഷമാകുക. അടൂർ ഗോപാലകൃഷ്ണന് അരവിന്ദനും ജോൺ അബ്രഹാമും ഷാജി എൻ കരുണൊന്നും മലയാളത്തിൽ ഇല്ലായിരുന്നുവെങ്കിലുണ്ടല്ലോ ഈ മലയാള സിനിമ ഇവിടെ കിടന്ന് ജോഷിയിലും മറ്റ് കുറച്ച് മൂന്നാം കിട സിനിമാക്കാരുടെ കാൽച്ചുവട്ടിൽ കിടക്കുമായിരുന്നു. മലയാള സിനിമ പുറം ലോകം എത്തത്തില്ലായിരുന്നു. അപ്പൊ പുറം ലോകം എത്തിച്ചിട്ടുള്ള പ്രതിഭാശാലിയെ അവഹേളിച്ചതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംസ്ഥാന സർക്കാർ തന്നെ അല്ലെ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സിനിമാക്കാരുടെ സംഘടനയുണ്ടല്ലോ, അമ്മയല്ല അമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നാണിച്ചു പോകും. ഇവന്മാർക്കൊന്നും ഉളുപ്പുള്ളവരല്ല. അമ്മ നടപടിയെടുക്കണം, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കുകയാണ് വേണ്ടത് അടൂർ ഗോപാലകൃഷ്ണനെ അവഹേളിച്ചതിൽ.